ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മളിന്ന് നോക്കുന്നതോ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, വിവരങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മറന്നുപോയവർ അതൊന്ന് ഓർപ്പിക്കാനും അതുപോലെ തന്നെ പഠിക്കാൻ തുടങ്ങുന്നവർക്ക് പഠിച്ചെടുക്കാനും വേണ്ടിയാണ് നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മുടെ ദേശീയ മുദ്രയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ടോ, എപ്പോഴും ഈ ഒരു ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു മാപ്പ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും, നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവണം. പഠനമുറിയിലാണെങ്കിൽ പഠനമുറിയുടെ ചുവരിൽ ഒരു മാപ്പ് ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. ഇന്ത്യയുടെ മാപ്പും കേരളത്തിന്റെ മാപ്പും വേൾഡ് മാപ്പും ലോക മാപ്പും ഉണ്ടായിരിക്കണം. ലോക ഭൂപടവും ഉണ്ടായിരിക്കണം എന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ദേശീയ പതാക ഏതെന്ന് വെച്ചാൽ ത്രിവർണ്ണ പതാകയാണ്. ത്രിവർണ്ണ പതാകയുടെ ദേശീയ പതാക ഇത്. ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22 ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക അംഗീകരിച്ചത്. മൂവർണ്ണ പതാക അംഗീകരിച്ചത്. അടുത്തത് ദേശീയ മുദ്ര ഏതെന്ന് വെച്ചാൽ സിംഹമുദ്രയാണ്. സിംഹമുദ്ര അംഗീകരിച്ചത് 1950 ജനുവരി 26. ദേശീയ ഗാനം ജനഗണമനയാണ്. അംഗീകരിച്ചത് 1950 ജനുവരി 24 ഈ ജനഗണമന ആദ്യമായി പാടിയ കോൺഗ്രസ് സമ്മേളനം ചോദിച്ചാൽ 1911 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1911 ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദേശീയ ഗാനം ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ അതിന്റെ വിശദമായ കാര്യങ്ങൾ വിവരങ്ങൾ പഠിക്കാം. അടുത്ത ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അംഗീകരിച്ചതോ 1980 ജനുവരി 24. അപ്പൊ ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിച്ചത് ഒരു ദിവസം തന്നെയാണ്, 1980 ജനുവരി 24. ഓക്കെ, ഓർത്തു വയ്ക്കുക. 1980 ജനുവരി 25 ഇന്ത്യയിലൊരു സ്ഥാപനം നിലവിൽ വരുന്നുണ്ട്. 1980 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1950 ജനുവരി 25. ജനുവരി 25 വോട്ടേഴ്സ് ദിനമാണ് കൂടി കൂടെ ഓർമ്മിക്കുകയാണ്. അടുത്ത ദേശീയ കലണ്ടർ എന്ന് വെച്ചാൽ ശകവർഷ കലണ്ടറാണ്. അംഗീകരിക്കുന്നത് 1957 മാർച്ച് 22. 1957 കേരളത്തിലെ ഒരു ജില്ല വരുന്നത്, ആലപ്പുഴ ജില്ല വരുന്നത് 1957. ഓക്കെ, അടുത്ത 1957 മാർച്ച് 22 എന്ത് ദേശീയ കലണ്ടറായ ശകവർഷ കലണ്ടർ അംഗീകരിക്കുന്നത്. ഈ മാർച്ച് 22 എന്താ ദിനമാണെന്നറിയാം? മാർച്ച് 22 ജലദിനമാണ്. ജലദിനം മാർച്ച് 22 ജലദിനം. വന ജല കാലക്ഷയ ഇല്ല നാടകം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് പറയാം. എന്നാലും ജസ്റ്റ് വർഷം ഡേറ്റ് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർത്തതേ ഉള്ളൂ. അടുത്ത ദേശീയ പുഷ്പം ഏതെന്ന് വെച്ചാൽ താമരയാണ്. അടുത്ത ദേശീയ മൃഗം റോയൽ ബംഗാൾ ടൈഗർ ആണ്. അംഗീകരിക്കുന്നത് 1972. പാന്തറ ടൈഗ്രീസ് എന്നാണ് സയന്റിഫിക് നെയിം. ടൈഗറിന്റെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രീസ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഭാഗത്തിൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി മയിലാണ്. മയിൽ അംഗീകരിക്കുന്നത് 1963. പാവോക്രിസ്റ്റാസസ് ആണ് സയന്റിഫിക് നെയിം. ദേശീയ ഭാഷ ഏതെന്ന് വെച്ചാൽ ഹിന്ദിയാണ് ദേശീയ ഭാഷ. ദേശീയ വൃക്ഷം പേരാലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഫസ്റ്റ് ഓപ്ഷൻ ചിലപ്പോൾ അരയാലായിരിക്കും കിടക്കുന്നത്, അപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. പേരാലാണ് ദേശീയ വൃക്ഷം. അടുത്ത ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഹോക്കിയിൽ എത്ര കളിക്കാരുണ്ട് എന്ന് ചോദിച്ചാൽ 11 കളിക്കാരാണ് ഹോക്കിയിലുള്ളത്. അടുത്ത ദേശീയ ലിപി ദേവനാഗരി ലിപിയാണെന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത ദേശീയ നദി ഏതെന്ന് വെച്ചാൽ ഗംഗയാണ്. അംഗീകരിച്ചത് 2008 നവംബർ 4. ഗംഗയുടെ നീളം 25 നമ്മൾ പഠിച്ചിട്ടുണ്ട്. 25 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഗംഗയുമായി ബന്ധപ്പെട്ട നദികളുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ നദികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ വിശദമായ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. എന്നാൽ ദേശീയ നദിയായിട്ട് ഗംഗയെ അംഗീകരിച്ചത് 2008 നവംബർ 4 ഓർത്ത് വയ്ക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്ന ഗംഗയാണ്, ഓർത്ത് വയ്ക്കുക. എന്നാൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്, മറന്നു വരുന്നത്. അടുത്ത ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. എന്നാണ് അംഗീകരിച്ചത് 2009 ഒക്ടോബർ 5. അത് ദേശീയ പൈതൃക മൃഗം ആനയാണ്. എലിഫസ് മാക്സിമസ് ഇൻഡെക്സ് ആണ് ആനയുടെ ശാസ്ത്രീയ നാമം. അംഗീകരിച്ചത് 2010 ഒക്ടോബറിലാണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്. ഒന്ന് ഇന്ന് കൊടുത്തിരിക്കുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതെന്ന് വെച്ചാൽ ഇന്ത്യയാണ്. അടുത്ത ഇന്ത്യയുടെ വിസ്തീർണം 32,87,263 സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ, ആകെ വിസ്തീർണമാണ് 32,87,263 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ വിസ്തീർണം.
ഇന്ത്യയുടെ വിസ്തീർണം ലോക ഭൂപരിസ്ഥിതിയുടെ എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 2.42 ചോദിച്ചിട്ടുള്ളതാണ്. 2.42. വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനം എന്ന് വെച്ചാൽ 7ാം സ്ഥാനം. ലോകത്തിലെ വലിപ്പത്തില് 7ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. അടുത്തത്, ഇന്ത്യയുടെ കര അതിർത്തി 15,106 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇന്ത്യയുടെ കര അതിർത്തി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് കര അതിർത്തി എത്രയാണ്? 15,106.7 കിലോമീറ്റർ ആണ്. എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു വെച്ചാൽ 7 രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അടുത്ത ഭാഗത്തിൽ നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. അടുത്ത്, ഇന്ത്യയുടെ കടലതിർത്തി എത്ര എന്ന് വെച്ചാൽ 7,516.6. എത്ര സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ടെന്ന് ചോദിച്ചാൽ 9 സംസ്ഥാനങ്ങള് കടൽ തീരമുണ്ട്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്നാമത്തെ സംസ്ഥാനം ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുജറാത്താണ്. ഓക്കെ, ഇപ്പൊ ഗുജറാത്ത് സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഗോവയാണ്. മഹാരാഷ്ട്രയാണ് അടുത്ത വരുന്ന സംസ്ഥാനം, 2ാമത്തെ സംസ്ഥാനം. അത് കഴിഞ്ഞാൽ വരുന്നത് ഗോവയാണ്. ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് കർണാടകയാണ്. 3ാം സ്ഥാനത്ത് ഗോവ, 4 കർണാടക, 5 ഏതാണ്? കേരളം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് തമിഴ്നാട്, 6. അടുത്ത് വരുന്ന ആന്ധ്രാപ്രദേശ്, 7. ഏത്? ഒഡീഷ. ഓക്കെ, 8. ലാസ്റ്റ് ബംഗാൾ. ഇങ്ങനെ 9 സംസ്ഥാനങ്ങൾക്ക് എന്തുണ്ട്? കടൽ തീരമുണ്ട്. ഓക്കെ, കടൽ തീരമുള്ള സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 9 സംസ്ഥാനങ്ങളാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പോ ഈ 9 സംസ്ഥാനങ്ങളിൽ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഏത് തന്നെയാണ്? ആന്ധ്രാപ്രദേശ് ആണെന്ന് ഓർത്തുക. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. അപ്പോൾ ആകെ കടൽ തീര ദൈർഘ്യം 7,516.6. 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റ് 32-14. എന്താണ് 32-14 എന്ന് വെച്ചാൽ ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഓക്കെ, ഇവിടെ മുതൽ, അതായത് താഴെ കന്യാകുമാരി മുതൽ വടക്ക് ലഡാക്ക് വരെയുള്ള ഏകദേശ ദൂരമാണ് എന്താണ് 32-14 എന്ന് നോർത്ത് സൗത്ത്. ഓക്കെ, അടുത്ത് 29-33 എന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് ദൂരം. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ചിലർക്ക് മിക്കുള്ളവർക്ക് അറിഞ്ഞിടാത്തതാണ്. ഇംഗ്ലീഷ് മീഡിയം പഠിച്ചവരാണെങ്കിൽ ഏതാണ് കിഴക്ക് ഏതാണ് തെക്ക് എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, സൗത്ത് ആണ് എന്ത്? തെക്ക് എന്ന് പറയുന്നത് സൗത്ത്, തെക്ക് സൗത്ത്. ഓക്കെ, നോർത്ത് എന്താണ്? നോർത്ത് വടക്ക്, നോർത്ത്. ഓക്കെ, അത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക്, കിഴക്ക് എന്ന് പഠിച്ചു വെക്കാം. അടുത്ത് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ്, ഈ ഭാഗത്താണ് പടിഞ്ഞാറ്. ഓക്കെ, ക്ലിയർ. അടുത്ത് ഇന്ത്യയുടെ സമയമേഖല എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സമയമേഖലയുടെ എണ്ണം ചോദിച്ചാൽ ഒരു സമയമേഖലയാണ് കടന്നു പോകുന്നത് 82 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ്. 82 ഡിഗ്രി കിഴക്ക് രേഖാംശത്തിലാണ് ഇന്ത്യയുടെ സമയമേഖല കടന്നു പോകുന്നത്. ഓക്കെ, മറന്നു പോകരുത്. അടുത്ത ഭാഗം നോക്കാം, ശ്രദ്ധിക്കാം. നമ്മൾ പറഞ്ഞു കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളും അവയുടെ തലസ്ഥാനവും അവയുടെ നാണയവും ഒന്ന് നോക്കാം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കി വെക്കാം. ഓക്കെ, ആദ്യത്തെ രാജ്യം നോക്കുന്നത് പാകിസ്ഥാനാണ്. ഓക്കെ, ഈ പാകിസ്ഥാൻ ഇവിടെ സ്ഥിതി ചെയ്ത് ഈ ഭാഗത്താണ് കാണുന്ന പാകിസ്ഥാൻ വരുന്നത്. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു? ആദ്യത്തെ ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അത് കഴിഞ്ഞ് രാജസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നു. അത് കഴിഞ്ഞ് പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്നു 2. അടുത്ത് ഹിമാചൽ പ്രദേശുമായി അതിർത്തി പങ്കിടുന്നു. അടുത്ത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ജമ്മു കാശ്മീരും ലഡാക്കുമായിട്ട് അതിർത്തി പങ്കിടുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിന് പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദാണ്. നാണയം റുപ്പിയാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത വരുന്ന രാജ്യം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ഇന്ത്യ ഏറ്റവും കുറച്ച് കരാതിർത്തി പങ്കിടുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത്. ഓക്കെ, അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനം കാബൂളാണെന്ന് ഓർത്ത് വയ്ക്കുക. നാണയം അഫ്ഗാനിയാണ് കൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത് വരുന്ന രാജ്യം മാപ്പ് നോക്കി തന്നെ പഠിക്കുക. അടുത്ത് വരുന്ന രാജ്യം ചൈനയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്നു. ചൈനയുടെ ഉത്തരാഖണ്ഡുമായിട്ട് അതിർത്തിയുണ്ട്. ഹിമാചൽ പ്രദേശുമുണ്ട്. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഓക്കെ, അടുത്ത് അരുണാചൽ പ്രദേശുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? ചൈനയാണെന്ന് ഓർത്ത് വയ്ക്കുക.
ഓക്കെ. അടുത്ത ചൈനയുടെ തലസ്ഥാനം ബീജിംഗ് ആണ്. നാണയം യുവാൻ ആണെന്ന് ഓർത്തേക്കുക. അടുത്ത നേപ്പാൾ ഈ കാണുന്നതാണ് നേപ്പാൾ ഇത് സിക്കിമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട്, ബംഗാളുമായിട്ടുണ്ട്, ബീഹാറായിട്ടുണ്ട്, ഉത്തർപ്രദേശും ഉണ്ട്, അതുപോലെ ഉത്തരാഖണ്ഡും. ഓക്കെ. അപ്പൊ നേപ്പാളിന്റെ തലസ്ഥാനം ചോദിച്ചാൽ കാഠ്മണ്ഡു ആണ്. നാണയം റുപ്പിയാണെന്ന് ഓർത്തേക്കുക. അടുത്ത് ഭൂട്ടാൻ ഈ കാണുന്നതാണ് ഭൂട്ടാൻ, സിക്കിമിന്റെ ഈ ഭാഗത്ത് വരുന്നു. ഭൂട്ടാനുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശുണ്ട്, ആസാമുണ്ട്, വെസ്റ്റ് ബംഗാളുണ്ട്, സിക്കിമുണ്ട്. ഓക്കെ. അപ്പോൾ ഭൂട്ടാന്റെ തലസ്ഥാനം ചോദിച്ചാൽ തിമ്പു ആണ്. ഗുൾട്രം ഇതൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് ഗൾട്രം എന്നാണ് കറക്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നാണയം ഗൾട്രമാണ്. തിമ്പു ആണ് തലസ്ഥാനം എന്ന് ഓർത്തിക്കാം. അടുത്ത് മ്യാൻമർ ആണ്. മ്യാൻമർ ഈ കാണുന്നതാണ് മ്യാൻമർ എന്ന് പറയുന്നത്. മ്യാൻമർ അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശുണ്ട്, നാഗാലാൻഡ് ഉണ്ട്, മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്. ഓക്കെ. ഇത് അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പൊ മ്യാൻമാറിന്റെ തലസ്ഥാനം നെയ്പിഡോ ആണ്. നാണയം ക്യാട്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത് ബംഗ്ലാദേശ് ഈ കാണുന്നതാണ് ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ചോദിച്ചാൽ ബംഗ്ലാദേശാണ്. ഓക്കെ. ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാലാണ് ഏതോ ചൈനയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇന്ത്യ കരാതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഭൂട്ടാനാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ധാക്ക, നാണയം ധാക്കയാണെന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ. അടുത്ത് നോക്കേണ്ടത് രണ്ട് കടലതിർത്തിയിലെ രണ്ട് രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ശ്രീലങ്ക. ഈ താഴ്ഭാഗത്ത് നോക്കുമ്പോൾ ശ്രീലങ്ക ഒരു ചെറിയ രാജ്യമാണ്. ശ്രീലങ്ക ഇന്ത്യയുടെ താഴ്ഭാഗത്ത് തമിഴ്നാടുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. ഇപ്പൊ ശ്രീലങ്കയുടെ തലസ്ഥാനം ചോദിച്ചാൽ ജയവർദ്ധനപുരം കോട്ട. ശ്രീലങ്കയുടെ നാണയം ചോദിച്ചാൽ ശ്രീലങ്കൻ രൂപയാണ് ഓർത്തുവയ്ക്കാം. അടുത്ത് വരുന്നത് മാലിദ്വീപാണ്. മാലിദ്വീപ് ഈ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന മാലിദ്വീപിന്റെ തലസ്ഥാനം ചോദിച്ചാൽ മാലിയാണെന്ന്, നാണയം റുപ്പയാണെന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ. ഇനി അടുത്ത് നോക്കേണ്ടത് ഇന്ത്യയുടെ അതിർത്തികളാണ്. ഇന്ത്യയുടെ തെക്ക് അതിർത്തി അറിയപ്പെടുന്നത് എന്നു വെച്ചാൽ അതിർത്തി അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ്. ഓക്കെ. ഇന്ദിരാ പോയിന്റ് വടക്ക് അറിയപ്പെടുന്ന വടക്ക് അതിർത്തി എന്ന് പറഞ്ഞാൽ ഇന്ദിരാക്കോൾ. അടുത്ത കിഴക്ക് അതിർത്തി എന്ന് പറയുന്നത് ഗുഹാർമുത്തി. കിഴക്കറിയപ്പെടുന്നത് കിബുത്തു. പടിഞ്ഞാറ് അറിയപ്പെടുന്നത് ഗുഹാർമൂർത്തി. കേട്ടോ. ഈ ഗുഹാർമൂർത്തി ഓർത്തിരിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്ഥലം എവിടെയാണ്? ഗുജറാത്താണ്. ഗുഹാർമൂർത്തി അങ്ങനെ ആലോചിച്ച് വെച്ച് പഠിക്കുക. ഓക്കെ. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഒന്നാം ഭാഗമാണ്. രണ്ടാം ഭാഗത്തിൽ നമുക്ക് കുറച്ചും കൂടെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ ഓരോ കാര്യങ്ങളായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് കൂടി കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. താങ്ക് യു.